menstrual കപ്പ്. ഈ മെൻസസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സംഗതിയാണ്. ഈ പാഡ് എപ്പോഴും മാറ്റേണ്ടി വരിക, ഒത്തിരി ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 2-3 പാഡൊക്കെ മാറ്റി വെക്കേണ്ട സ്ത്രീകളുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാം ഈ ഒരു എൻവയൺമെൻറ്റൽ ഹസാർഡ് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്കറിയാം ഈ പാഡുകൾ ഒന്ന് ഡിസ്പോസ് ചെയ്യുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഒന്ന് നശിപ്പിച്ച് കളയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് കണ്ടെയ്നിങ് വേസ്റ്റൊക്കെ ആയതുകൊണ്ട് ഈ പറയുന്ന ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരങ്ങൾ തീ കത്തിപ്പിടർന്നതുപോലെ നമുക്കുണ്ടാകുന്ന ഒരു പരിസ്ഥിതി മലിനീകരണം ഒരുപാടായതുകൊണ്ട് മെൻസ്ട്രുവൽ കപ്പിൻ്റെ യൂസ് കുറേ കൂടി പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനായിട്ട് സ്ത്രീകൾക്കും ഡോക്ടർമാർക്ക് പോലും മടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, അത് ഏത് സൈസ് ഉപയോഗിക്കണം, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. ഈ മെൻസ്ട്രുവൽ കപ്പ് തന്നെ പല സൈസിലുണ്ട്. 18 to 25 എന്ന് ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുള്ള സൈസിലുള്ള പലതരത്തിലുള്ള മെൻസ്ട്രുവൽ കപ്പുണ്ട്. അപ്പോൾ ചെറിയ സൈസിലുള്ള മെൻസ്ട്രുവൽ കപ്പ് ഒരു തവണ പോലും നമ്മൾ ഇൻ്റർകോഴ്സ് പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ ഡെലിവറി ഗർഭിണികളാകാത്ത, പ്രസവിക്കാത്ത പെൺകുട്ടികൾക്ക് ചെറിയ സൈസിലുള്ള മെൻസ്ട്രുവൽ കപ്പും, ഇപ്പം ഒരുപാട് തവണ 2-3 തവണയൊക്കെ പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്കും, ഇപ്പം നമുക്ക് പ്രായമായിട്ടുള്ള സ്ത്രീകളൊക്കെ 10-11 കുട്ടികളൊക്കെ ഉണ്ടായിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, നമ്മുടെ ഉമ്മമാർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് വലിയ മെൻസ്ട്രുവൽ കപ്പോ ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും സൈസ് അനുസരിച്ച്, ഇപ്പം സ്മോൾ സൈസ്, മീഡിയം സൈസ് വേണോ, ലാർജ് സൈസ് വേണോ എന്നുള്ളത് അവർക്ക് മെഡിക്കൽ ഷോപ്പിൽ തന്നെ പോയി ചോദിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി പലപ്പോഴും ആൾക്കാരുടെ ഒരു സംശയം, ഇത് ഉള്ളിലോട്ട് അങ്ങ് കയറിപ്പോകുമോ എന്നുള്ളതാണ്. ഗർഭപാത്രത്തിലോട്ടെങ്ങാനും അങ്ങ് കയറിപ്പോയി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. ഈ വജൈന എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്യൂബ് പോലെയാണ്. സ്ത്രീകളുടെ യോനിയിലൂടെ അത് ഉള്ളിലോട്ട് അങ്ങ് കയറിപ്പോകാനുള്ള സാധ്യത തീരെയില്ല എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതിലുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസും ഈ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇത് ഒരു സി ഷേപ്ഡ് ട്യൂബ് ആയതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഉള്ളിലോട്ടങ്ങ് കയറി വലിച്ചെടുത്ത് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ മെൻസ്ട്രുവൽ കപ്പ് തന്നെ അത് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ഓർക്കേണ്ടത്, നമ്മളിത് സോപ്പോ മറ്റ് ഡിറ്റർജൻസോ അങ്ങനെയൊന്നും ഇട്ട് ക്ലീൻ ചെയ്യേണ്ടതില്ല. അത് സാധാരണ വെള്ളം ഒഴിച്ച് ഫ്ലോയിങ് വാട്ടർ തന്നെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പൈപ്പ് വെള്ളത്തിൽ തന്നെ അത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 2-3 കപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി മാറി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ പാഡ് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് മലിനീകരണമോ അല്ലെന്നുണ്ടെങ്കിൽ ദുർഗന്ധമോ അല്ലെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ഒരു പ്രശ്നങ്ങളോ ഈ മെൻസ്ട്രുവൽ കപ്പിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന് പ്രത്യേകമായിട്ട് എടുത്തു പറയാവുന്നൊരു അഡ്വാൻറ്റേജ്. കാരണം നമുക്ക് ഒരു 12 മണിക്കൂർ വരെ ഈ മെൻസ്ട്രുവൽ കപ്പിനുള്ളിൽ ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സെക്രീഷൻസ് വരുന്നതോ അതിനകത്ത് ശേഖരിക്കാനായിട്ട് പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ 12 മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് മാറ്റേണ്ട ഒരു ആവശ്യം വരില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് എങ്ങനെ വയ്ക്കും, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സ്ത്രീകൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. അത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ മെൻസ്ട്രുവൽ കപ്പ് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. കാല് ഒരു സൈഡിലോട്ട് പൊക്കി വെച്ചിട്ട് മെൻസ്ട്രുവൽ കപ്പ് ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാവുന്നതാണ്. അത് നമ്മുടെ പ്രായമായിട്ടുള്ള അമ്മമാർക്കാണെങ്കിലും, ഇപ്പോൾ 40-45 വയസ്സുള്ള അമ്മമാർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളത് നമ്മൾ തന്നെ പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ലീഫ്ലെറ്റ് വായിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് മക്കൾക്ക് തന്നെയാണെങ്കിലും അത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഈ പീരീഡ്സിനെ പറ്റി പണ്ടായിരുന്നു നമ്മളതൊരു മോശം സംഗതിയാണ്. ഇപ്പോൾ പീരീഡ്സ് ഉള്ള സമയത്ത് അടുക്കളയിലൊന്നും കയറ്റുകയില്ല, വിളക്ക് വയ്ക്കാൻ പോലും പീരീഡ്സ് ഉള്ള സ്ത്രീകൾ പോകത്തില്ല എന്നൊക്കെയായിരുന്നു പണ്ടുള്ള ഒരു കാഴ്ചപ്പാട്. അതിന് ഒരു കാര്യമുണ്ട്. ഈ പീരീഡ്സിൻ്റെ സമയത്ത് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്ന് പറയും. ഇപ്പോൾ പലതരത്തിലുള്ള വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദേഷ്യം, മൂഡ് സ്വിങ്സ് ഒക്കെ സ്ത്രീകൾക്ക്
വളരെ കോമൺ ആയിട്ട് ആ സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കരഞ്ഞുകൊണ്ട് വിളക്ക് കൊളുത്തിയെന്നാൽ അതിൻ്റെ ഐശ്വര്യം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് സനാതനധർമ്മത്തിൽ ആ ഒരു പ്രക്രിയ നടക്കുമ്പോഴേക്കും, അതായത് മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് വിളക്ക് വയ്ക്കാനായിട്ട് അവരെ അതിൽ നിന്നങ്ങ് ഒഴിവാക്കി നിർത്തുന്നത്. അതുപോലെ അടുക്കളയിൽ കയറണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. നമ്മൾ വിഷമത്തോടെ സങ്കടത്തോടു കൂടി നമ്മുടെ മൂഡ് ശരിയല്ലാത്ത സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പോൾ അത് അത്ര ശരിയാകാതെ പോകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അന്ന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യം, അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു പ്രീ മെൻസ്ട്രൽ സിൻഡ്രോമിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വിഷമങ്ങളുള്ള സമയത്ത് കുടുംബത്തിലെ മറ്റംഗങ്ങൾ കൂടി അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഹോർമോണൽ വേരിയേഷനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പം പണ്ട് ഏതൊക്കെയോ സിനിമകളിൽ അവരെ ഇരുട്ടും മുറിയിലടയ്ക്കുന്ന ഒരു കാര്യമൊക്കെ കണ്ടിരുന്നു. അതൊന്നും ശാസ്ത്രീയമായിട്ടുള്ള കാര്യമല്ല. അവരുടെ വിഷമങ്ങളെ അവരോട് കൂടി ചേർന്ന് ആ ഹോർമോണൽ ഇംബാലൻസിനെ ഒന്ന് ശരിയാക്കാനായിട്ട് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്കും കൂടി സ്നേഹത്തോടെ സഹകരിക്കാവുന്നതേ ഉള്ളൂ. പലപ്പോഴും ഇത് ആ ഒരു സമയത്ത് പല തരത്തിലുള്ള മൂഡ് സ്വിങ്സും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഒരല്പം മെൻ്റലായി പോയോ എന്നുള്ളത് പോലും തോന്നുന്ന രീതിയിൽ ഇത് മറ്റ് പല പ്രശ്നങ്ങളുണ്ടാക്കാം. അതുപോലെ ആ സമയത്ത് ഭയങ്കരമായ വേദനകളുണ്ടാകാം, ഡിസ്മെനോറിയ പോലുള്ള പ്രശ്നങ്ങൾ, മുഖക്കുരുവും കരിവാളിപ്പും, ആ സമയത്ത് ചർമ്മത്തിൻ്റെ ആ ഒരു നിറവും ആ ഒരു ഗ്ലോസി ഫീലിങ്ങും തന്നെ ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥയുമൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അത് എല്ലാ സ്ത്രീകൾക്കും നോർമലായിട്ട് അവരുടെ ആർത്തവ ചക്രത്തിൽ ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും ഇത്തരത്തിൽ അതിനെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള കാര്യവും അവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല ശാരീരിക മാനസിക ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ, ബത്തേരി.